കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ നമുക്ക് സുക്കീനി കൊണ്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സുക്കീനി നമുക്ക് ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് പോയി പാൻട്രിയിൽ നിന്ന് എടുക്കാം. എടുക്കുന്ന സമയത്ത് എനിക്കൊരാൾ പണി തന്നു കേട്ടോ. നമ്മുടെ ചെക്ക അടുത്തൊരു വമ്പൻ പണിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആളുടെ കയ്യിൽ കൊടുത്തു വിട്ട പാസ്തയുടെ കവർ മൊത്തം നിലത്തിട്ട് അതിരുന്ന് അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ പറക്കിയെടുത്തു. സിദ്ധുവിന് ഏത് പരിപാടിക്ക് കൂട്ടിയാലും അവിടെ എല്ലാം ആശാൻ മെയിനായിട്ട് നിൽക്കും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നമുക്ക് നല്ല ശീലങ്ങളും പഠിപ്പിച്ചെടുക്കാം. സോ പറഞ്ഞു വന്നത് നമ്മുടെ പാസ്ത റെസിപ്പി അല്ലേ. ആദ്യം തന്നെ നമുക്ക് പാസ്ത നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. പാസ്തകൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ അത്യാവശ്യം സോൾട്ട്. അത് നല്ലോണം ഒന്ന് ബോയിലായി നമ്മുടെ പാസ്ത ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റായി എടുക്കാം. സോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല സുക്കീനി. വിറ്റമിൻ എയും സിയും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിളാണ് സുക്കീനി. ഈ കണ്ട ട്രാൻസാക്ഷൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ അധ്വാനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയെ കൂടെ കൂട്ടിയാൽ പിന്നെ എല്ലാത്തിലും പുള്ളിക്കൊന്ന് കൈ കിട്ടണം. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടാസ്ക് ഒക്കെ നമുക്ക് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞ സമയം കളയാതെ നമുക്ക് ഗാർലിക് പ്രസ് ചെയ്തെടുക്കാം. ഞാൻ സുക്കീനിന്ന് അല്പം നീരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇൻ കേസ് ഒരു ചവർപ്പ് ഫീൽ ചെയ്താലോ എന്ന് പേടിച്ചിട്ട്. സിദ്ധുവിനെ പേടിച്ചിട്ട് മാത്രമാണ്. അവന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഫ്ലേവർ ആണെങ്കിൽ അവൻ പിന്നെ ആ ഫുഡ് തിരിഞ്ഞു നോക്കത്തില്ല. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്കൊരു പാനിൽ ഇച്ചിരി ഒലിവ് ഓയിൽ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച ഒണിയൻസും ഗാർലിക്സും നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൽ ഞാൻ സുക്കീനി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു വെജിറ്റബിൾ സ്റ്റോക്ക് നല്ലോണം ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അതിനോടൊപ്പം ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ പാസ്ത കുക്ക് ചെയ്ത വാട്ടറും കൂടെ ആഡ് ചെയ്യാം. അതൊന്ന് ഇച്ചിരി ബോയിലായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രെയിൻ ചെയ്ത പാസ്ത നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ അത്യാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ പണി തന്ന ആൾ തന്നെ വേറൊരു പണിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ആൾക്ക് ഹാൻഡ് വാഷ് ചെയ്യണം. ഞാനത് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ആളൊരു 10 പ്രാവശ്യം കൈ കഴുകിയിട്ടുണ്ട്. ഇനിയും സോപ്പ് വേണമെന്ന് പറഞ്ഞാണ് വാശി പിടിക്കുന്നത്. അവസാനം എങ്ങനെയൊക്കെ ഞാൻ ഒന്ന് കോംപ്രമൈസ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ പാസ്ത നമ്മുടെ ആ സോസിൽ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച് നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യാം. ആൻഡ് ഞാൻ ഒരു കാര്യം വിട്ടുപോയെന്ന് പറഞ്ഞാൽ നമുക്ക് പെപ്പർ ആഡ് ചെയ്യണമായിരുന്നു. ആൻഡ് ഓൾസോ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ചീസൊക്കെ നല്ല മെൽറ്റായി വന്നപ്പോൾ നമ്മുടെ പാസ്ത റെഡി. ഇനി നമ്മൾ ഹെൽപ്പ് ചെയ്ത് ക്ഷീണിച്ച നമ്മുടെ അസിസ്റ്റൻറ്റിന് നമുക്ക് ആദ്യം തന്നെ ഫുഡ് കൊടുക്കണം. എന്നിട്ട് നേരത്തെ കൊണ്ട് ഉറക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.